ഒമേരി എന്ന് പറഞ്ഞ ഈജിപ്ഷ്യൻ ഇവിടെയാണ് താമസിക്കുന്നത്. അയാൾ സ്റ്റീൽ വാങ്ങാൻ വേണ്ടി നമ്മുടെ ഓഫീസിൽ വന്നിട്ട് കുറച്ച് അഡ്വാൻസ് ക്യാഷ് തന്നിരുന്നു. നമുക്ക് അയാൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പം ജേക്കബ്, താനെന്താ എന്താ ഫോൺ എടുക്കാത്ത? മുരളി, ഞാൻ നേരിട്ട് വന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നേരിട്ട് വന്നല്ലോ, സംസാരിക്കടോ. அன்னைக்கே உன்னை கேட்டிருந்தேன், அந்த அஜ்மலா நம்மளா மான்னு. அப்ப நீ என்ன சொன்ன? 100% விஸ்வசிக்க, 100% லைக் அ பிரதர். பிரதர் நல்லா வச்சான் ஆப்பு உனக்கு. இத்தனை வருஷமா இந்த நாட்டில் இருந்துக்கிட்டு பிஸ்னஸ்ல யாரை நம்பணும் யாரை நம்பக்கூடாதுன்னு கூட தெரியாம நீ எல்லாம் என்னத்தகடா பிஸ்னஸ் பண்ணிட்டு இருக்க. போட்ட മുരളി, പ്ലീസ് കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കണം. என்ன நீ எனக்கு மரியாதை கத்து தரியா? You gonna teach me how to behave? காசு கொடுத்துட்டு பேசுறா. 3.5 மில்லியன் மேடிச்சோண்டு போயிட்டு நீ என்ன மரியாதை படிப்பிக்க பாடா மான கேட்டவனே. മുരളി പ്ലീസ് விடுறா, பேசி விடு. വിടാച്ച് വേണ്ട. don't create a scene. എത്രയും പെട്ടെന്ന് എന്റെ കാശ് തിരിച്ച് തന്നില്ലെങ്കിൽ നിന്റെ ആ ഗ്യാരണ്ടി ചെക്ക് ഞാൻ പ്രസന്റ് ചെയ്യും. അപ്പുറം നീയും നിന്റെ കുടുംബവും അകത്ത് പോകും. സാവടാ ഉനക്ക് മനസ്സിലായോടാ? അമ്മ ഒന്നും പറയണ്ട, പപ്പൻ സ്വസ്ഥായിരിക്കട്ടെ. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, പിന്നെ എന്താ അമ്മ? അമ്മ ഇങ്ങ് വന്നേ, ഞാൻ പറയട്ടെ. For critics, it's a sign that Dubai overstretched itself and is set for a fall. There's no doubt the Emirates has plenty of appeal. It's famous for having the world's tallest buildings, lavish properties, and headline-hitting development projects such as Matthew. man-made islands like the Palm. When oil was above $100 a barrel, it looked as if the region was insulated from എബിനോ, the economic storm wreaking havoc over much of the rest of the എവിടെ world. വെച്ച്? എബിൻ, നീ കുടിച്ചിട്ടുണ്ടോ? യാ, എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. എവ്രി വൺ വാസ് ഡ്രിങ്കിങ്. ഞാൻ ഒരു ബിയർ മാത്രമേ കുടിച്ചുള്ളൂ. കുടിയന്മാർക്ക് കണക്കൊക്കെ. നീ റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കിയടാ. പപ്പയോട് ആരോ പറഞ്ഞു. ചോദിച്ചതിന് ഉത്തരം പറയടാ. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഒരുത്തൻ എൻ്റെ ഫ്രണ്ടിനെ ഇൻസൾട്ട് ചെയ്തു, ഞാൻ റിയാക്ട് ചെയ്തു. ആദ്യം കൈവച്ചതും അവനാ. എൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. റോട്ടിൽ കിടന്ന് തല്ലുണ്ടാക്കിയിട്ട് ന്യായം പറയുന്നതാ. പണ്ട് ഇതുപോലെ കോളേജ് കിടന്ന് തല്ലുണ്ടാക്കിയിട്ട് ഡിസ്മിസലും വാങ്ങിച്ചു വന്നവനാ നീ. ഒന്നിനും കൊള്ളാത്ത തെണ്ടി പിള്ളേരെ പോലെ നടക്കാൻ നാണം ഉണ്ടോടാ നിനക്ക്? പപ്പയ്ക്ക് എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വേണ്ട. ആർക്കാണ് ഫ്രസ്ട്രേഷൻ? എന്താണ് എനിക്ക് ഫ്രസ്ട്രേഷൻ? എന്നോട് എന്തിനാ ചൂടാവുന്നേ? ഞാനാണ് നാട്ടുകാരുടെ നിന്ന് പൈസ ഒക്കെ മേടിച്ച്. ഞാൻ കാരണമാണോ 24 മണിക്കൂർ ആൾക്കാരെ പൈസ വിളിക്കുന്നത്? ഞാൻ എന്റെ കാരണമാണോ? Is it because of me? എന്നെ ഉപദേശിക്കാനും ചോദ്യം ചെയ്യാനും വരുന്നതിന് മുമ്പ് അതിനുള്ള അർഹതയുണ്ടോ എന്ന് സ്വയം ചോദിച്ചു. ജെറി കൈയെടുക്ക. ജെറി കൈയെടുക്കടാ. ചായന എണീറ്റോ? ഞാൻ പോയി കാപ്പി ഇടാം. ഇന്ന് ഞാനും അടുക്കളയിൽ കയറി. എബിൻ പറഞ്ഞതൊന്നും മനസ്സിൽ വെക്കരുത്. അവന്റെ പ്രായത്തിലുള്ള പിള്ളേർക്ക് എങ്ങനെയാ സംസാരിക്കണ്ടേന്ന്. കുഴപ്പം അവൻ്റെ മാത്രമല്ല, അവൻ പറയുന്നത് കേൾക്കുന്നതിന് മുമ്പ് അവനെ ചീത്ത വിളിക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നു. അത് തെറ്റല്ലേ? മക്കളെ നമ്മളും മനസ്സിലാക്കണ്ടേ? എന്നാലും അവൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഷെളി, ലൈബീരിയയിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ കുറച്ച് സ്ക്രാപ്പ് കിടപ്പുണ്ട്. ഇറാനിൽ എനിക്കൊന്ന് 2 ബയേഴ്സും ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് നടന്നാൽ ഒരു വലിയ എമൗണ്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ വരും. പക്ഷെ ഞാനൊന്ന് ലൈബീരിയ വരെ ട്രാവൽ ചെയ്യേണ്ടി വരും.
അതിനൊക്കെയുള്ള ചെലവ് മാത്യു ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇച്ചായും പോയിട്ട് വാ. പക്ഷേ ഈ സമയത്ത് നിന്നെ മക്കളെ ഇവിടെ വിട്ടിട്ട് ഇച്ചായോ, ബിസിനസ്സിലുള്ള ലാഭവും നഷ്ടവും ഒക്കെ കണ്ടു വളർന്ന നല്ല ഉശിരുള്ള അച്ചായത്തിയാണ് ഞാൻ. കടക്കാരെയൊക്കെ ഞാൻ പറഞ്ഞു നിർത്തിക്കോളാം. എൻ്റെ മുമ്പിൽ ഒരുത്തനും വാല് പൊക്കില്ല. ഇച്ചായൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. നാട്ടിലേക്കാണോ? സുഖമല്ലേ? സുഖമായിരിക്കും സാർ. ഉണ്ണീട്ടാ, എന്നാ പോയിട്ട് വരാം. പ്രമോദ് സാർ. പപ്പ വേണ്ട, ഞാൻ കൊടുത്തോളാം. ട്രോളി വേണോ സാർ? ഏയ് വേണ്ട. കവിയൂർ ഓർത്തഡോക്സ് പള്ളി വെച്ചിട്ടാ ഞാൻ നിൻ്റെ അമ്മയെ ആദ്യമായിട്ട് കാണുന്നു. അവിടെ വെച്ച് തന്നെയായിരുന്നു ഞങ്ങളുടെ കെട്ടും. പള്ളിമുറ്റത്തുനിന്ന് അവിടെ കൈ പിടിച്ചിറങ്ങി അന്ന് തൊട്ടിന്നവരെ ഞാൻ അവളെ കരയിച്ചിട്ടില്ല. ഷെളി കരയാൻ പാടില്ല. എനിക്കിത് പറയാൻ വേറെ ആരുമില്ല. നോക്കിയേക്കനടാ. ഇന്നലെ രാത്രി മുരളീമേനോൻ വിളിച്ചിരുന്നു. അയാളുടെ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ നമ്മളെല്ലാവരും കോടതി കയറ്റുമെന്നാണ് പറയുന്നത്. ഇന്റർപോളിൽ പ്രഷർ ചെയ്ത് കേസ് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുമെന്നും പറഞ്ഞു. മറ്റു കടക്കാരുടെയും സ്വരം മാറിയിട്ടുണ്ട്. ഇച്ചായം വരാൻ ഇനിയും സമയമെടുക്കും. നമ്മൾ കുറച്ച് എമൗണ്ടെങ്കിലും ഉടനെ സെറ്റിൽ ചെയ്തേ പറ്റൂ. നാട്ടിലുള്ള നമ്മുടെ പ്രോപ്പർട്ടീസ് വിറ്റാലോ? അതുകൊണ്ട് മാത്രം ആവില്ല. നിങ്ങളുടെയൊക്കെ കല്യാണത്തിന് വേണ്ടി മാറ്റിവെച്ച് FD ഒക്കെ ബ്രേക്ക് ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ ഇവിടെയുള്ള പ്രോപ്പർട്ടീസും. ഇവിടെ നമുക്കതിന് മാത്രം. നമ്മുടെ വീട്, നമ്മുടെ ഓഫീസ്. അയ്യോ, ഇപ്പം നമ്മുടെ സ്റ്റാഫ്, മണിച്ചേട്ടൻ, മൊയ്തുക്ക, എല്ലാവരെയും പിരിച്ചുവിടേണ്ടി വരും. ഇതുകൂടാതെ പെട്ടെന്ന് കുറച്ച് എമൗണ്ട് റെഡിയാക്കണമെങ്കിൽ വേറൊരു സാധനവും കൂടെ നമ്മൾ വിൽക്കേണ്ടി വരും. മേടിക്കാൻ വരണോ ഇനിയും ലേറ്റ് ആവും അത്രേ. ഇങ്ങനെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. വെറുതെ ഒരു സമയം അങ്ങോട്ട് പറയും. നമ്മൾ കറക്റ്റായിട്ട് എത്തി വിളിച്ച് ചോദിക്കുമ്പോൾ അവന്മാർ പറയും ഓൺ ദ വേ. എന്തുട്ട് ഓൺ ദ വേ? അവിടുത്തെ കട്ടിൽ മുന്നേ എത്തിയിട്ട് പോലും ഉണ്ടാവില്ല, എന്നാലും വെച്ച് കാച്ചും ഓൺ ദ വേ. ഇവനെ മേടിക്കാൻ പോയ കഥ അറിയും നിനക്ക്? അന്ന് നിങ്ങൾ ഊട്ടി പഠിച്ചുകൊണ്ടിരിക്കുക. ഷെർലി 8 മാസം പ്രഗ്നന്റ്. നമ്മുടെ മുത്തിനെ അവൻ വയറ്റേ കിടന്ന് ഒരു ജാതി കുത്തും ചവിട്ടുമൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഷെർലിക്കൊരു മോഹം. അവളുടെ അബുദാബിയിലുള്ള കൂട്ടുകാരുടെ മോളുടെ കല്യാണത്തിന് പോകണം. അന്ന് ജേക്കബിൻ്റെ കയ്യിൽ പഴയ ഒരു കൊറോളയാണ്. വലിയ കണ്ടീഷനൊന്നുമില്ല. ഷെർലിയും കൊണ്ട് ഇത്ര ദൂരം അങ്ങോട്ട് ഓടിച്ച് ഈ കാറിൽ കൊണ്ടുപോകാൻ ജേക്കബിന് ഒരു പേടി. കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ഞങ്ങൾ 2 പേരും കൂടി ഒറ്റ വിടലാണ് നമ്മുടെ ബെൻസിൻ്റെ ഷോറൂമിലേക്ക്. റെഡി ക്യാഷ് മേശപ്പുറത്ത് വെച്ചിട്ട് 3 ദിവസം കൊണ്ട് മാർക്കറ്റിൽ നിന്ന് പെടയ്ക്കണ മീനെ കൊണ്ടുവരുന്ന മാതിരി കൊണ്ടുവന്നതാ ഈ മഹാനെ. എത്ര സ്പീഡിൽ ഓടിച്ചാലും ഇവൻ കുലുങ്ങില്ലടോ.
ഇവൻ്റെ പുതിയ മുതലാളി വരുന്നതിന് മുമ്പേ നമുക്കിവനെ ഒന്ന് പറപ്പിച്ചാലോ? കണ്ടാ, ഒരുങ്ങില്ലേ ജേക്കബിനെ പോലെ. ജബലാലിയിൽ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കടയിലുണ്ടാവും. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി. ഇത് വെച്ചോ. വേണ്ട ഉണ്ണിച്ചേട്ടാ. പപ്പയുടെ ഡ്രൈവർ തരുന്നതെന്ന് കരുതണ്ട, പപ്പ തരുന്നതെന്ന് കരുതിക്കോ. വെച്ചോ. ഹലോ അമ്മ. ഹലോ ജെറി, എന്താ മുത്തേ? വേഗം ഓഫീസിലേക്ക് വാ. എന്തു പറ്റി? ഇവിടെ പോലീസും ഒന്ന് രണ്ട് ആൾക്കാരും അമ്മയോട് ജെറി പ്ലീസ് ഹലോ ഫിലിപ്പങ്ങളെ, പെട്ടെന്ന് ഓഫീസിലേക്ക് വരാൻ പറ്റുമോ? البلاغ 465. تمام علم. Jacob wife is innocent, sir. Sorry. I know them This is personally. an arrest. Sir, please, sir. I will come to the police station for them. I Sir, told I you. know that This is an case. arrest. Sir, I please. told you. No way. Sir, please هذول listen me, مطلوب sir. القبض عليهم في قضية. Sir. ما تحاول. Sir, You're breaking the law. Let me do my job. Please, Sir. please, huh? Sir. Step back. Sir, that's my You're mother. breaking the law. This is an arrest. I need to go with You're her. breaking the law. This is an arrest. Sir, I I need to told go you. with her, sir. ارجع. That's my mother. هذا I cannot let you go without me! That's my mother! Jerry. حضري لي القضية رقم 450. ഓക്കെ. Excuse me 1 second. ഒമേരിയുടെ കേസ് തൽക്കാലം സോൾവ് ചെയ്തു. കാർ വിറ്റ കാശ് മുഴുവൻ അയാൾക്ക് കൊടുത്തു. ബാക്കിയുള്ളത് 6 മാസത്തിൽ തന്ന് തീർക്കാന്ന് പറഞ്ഞു. നിങ്ങളുടെ രണ്ടുപേരുടെയും പാസ്പോർട്ട് തിരിച്ചു മേടിച്ചോ? جري جايكب زكريا. Sir. You don't pay credit card bills? Emirates MBD Bank put the case against you. You go. And you stay. എടാ, എൻ്റെ മക്കൾ എന്നെക്കാളൊക്കെ മുകളിൽ വരും. ഐ ആം ദ വെൽത്തിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. എനിക്കിത് പറയാൻ വേറെ ആരുമില്ല. നോക്കിയേക്കണടാ. എയർപോർട്ടിൽ വെച്ച് പപ്പൻ്റെ കൈ അമർത്തി പിടിച്ച് കരയാൻ പാടില്ല, അവളെ നോക്കിയേക്കണെന്ന് പറഞ്ഞു. പറ്റുന്നില്ല കൽപ്പങ്ങൾ, എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല.
എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, എവിടെ തുടങ്ങണമെന്നറിയാൻ പാടില്ല. ജെറി, വാ. നീ ആ കോർണറിലുള്ള കഫ്റ്റേരിയ കണ്ടോ? മുക്കത്തുകാരൻ ഒരു ഷെരീഫിന്റെ കഫ്റ്റേരിയ അത്. 9 വർഷം മുമ്പ് ആരുടെയൊക്കെയോ കൈയും കാലും പിടിച്ചിട്ടാണ് അവൻ ഗൾഫിൽ വന്നത്. ഓലമേഞ്ഞ കുടിലിൽ കോരിച്ചൊരിയുന്ന മഴയത്തെ ചോർച്ചയടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നീ കിടന്നിട്ടുണ്ടോ? അവൻ കിടന്നിട്ടുണ്ട്. അവൻ്റെ മൊത്തം കുടുംബം കിടന്നിട്ടുണ്ട്. ഇപ്പം അവൻ്റെ ഫാമിലി താമസിക്കുന്നത് കോഴിക്കോട് സിറ്റിക്കകത്താ. അവിടെ അവർക്ക് സ്വന്തമായ ബിസിനസ്സും ഉണ്ട്. ജീവിതം പഠിക്കാൻ ഒരുപാട് ദൂരമൊന്നും പോകണ്ട ജെറി. ഈ സ്ട്രീറ്റിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വലിച്ചൊരു നടത്തം നടത്താൽ മതി. ഇവിടുത്തെ ഓരോ കോണിലും എല്ലുമുറിയെ പണിയെടുക്കുന്ന മലയാളിയുടെ മുഖത്തോട്ടൊരു നോട്ടം നോക്കിയാൽ മതി. തമാശയായിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഒരു മലയാളി ഉണ്ടാവുമെന്ന്. അത് തമാശയല്ല. കടലും മലയൊക്കെ കിടന്ന് ഏത് നാട്ടിലും പോയി സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കി എടുത്തിട്ടുള്ളവൻ തന്നെയാണ് മലയാളി. നിന്റെ അപ്പൻ എങ്ങനായിരുന്നു? ജേക്കബിന്റെ മകൻ എന്റെ മുന്നിൽ നിന്ന് കരയാൻ പാടില്ല. തോറ്റുപോയതിനെ പോലെ വന്ന് നിൽക്കാൻ പാടില്ല. വണ്ടി ഇറങ്ങടാ. Dear Christina, I want to spend the rest of my life with you. Oh my god. Will you marry me? Are you serious? My knees are hurting. Yes. I love you, Christina. Thanks a lot, man. Congrats, man. Thank you guys for coming. Congrats. Thank you so much. Thank you. ജെറിച്ചായ ഓർമ്മയുണ്ടോ? ഇന്ത്യൻ സ്കൂളിൽ ഞാൻ ജെറിച്ചായൻ്റെ ജൂനിയർ ആയിരുന്നു. പ്രയർ ഗ്രൂപ്പിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. ഓ, കെവിൻ. യെസ്, കെവിൻ. മൈ സിസ്റ്റർ ജസ്റ്റ് ഗോട്ട് എൻഗേജ്ഡ്. കം ജോയിൻ us. ഓ ഇല്ല, ഞാൻ വാ ജെറിച്ചായ, ഇറ്റ്സ് ഓക്കെ, കം. അല്ല കുഴപ്പമില്ല. കം. ഹേയ്, സ്റ്റേ അറൗണ്ട്, ഓക്കെ? അശ്വിൻ, മീറ്റ് ജെറി, ഹീസ് മൈ സീനിയർ. ചേച്ചി, See all of you together. മീറ്റ് മൈ സിസ്റ്റർ. Hey, hi. Hi. I'm Christina. ജെറി ജേക്കബ്. അന്ന് നീ കണ്ണു തുറക്കുമ്പോൾ നീ നിന്റെ മുന്നിലെ വെളിച്ചം കാണും. പടുകൂറ്റൻ കെട്ടിടങ്ങൾ കാണും. സാധ്യതകളുടെ ഒരു വലിയ നഗരം നീ കാണും. പണിയെടുക്കുന്നവൻ്റെ പടച്ചോനായ ദുബായിയെ നീ കാണും.